അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഏറ്റവും തിളങ്ങി നിൽക്കണമെങ്കിൽ ടൈമിലാണ് ക്യാൻസലാക്കിക്കൊണ്ടുള്ളത്. അയാൾക്ക് എന്തും തീരില്ല, അയാളത് റിട്ടയർമെൻ്റ് ആയിട്ട് അയാളെ കൊണ്ട് ഇനി എന്തും ലാഭമില്ല, അങ്ങനെന്തും അല്ല. ഏറ്റവും ഭയങ്കരമായ ഒരു അവസ്ഥയിൽ ഇക്കടെങ്കെത്ത ടൈമിലാണ് എഞ്ഞ പോയെങ്കും സഹായമാണ് കിട്ടിയോണ്ടുള്ളേ. മുസ്ലിമീങ്ങളെ പട്ടാളങ്ങളെല്ലാം ഷാവിലുണ്ട്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു വണ്ടാട്ടി മുന്നൽ വലിയ പ്രയാസത്തിലങ്ങ് ഇന്നാറ്. പക്ഷേ ഈ മഹാൻ വന്നപ്പോൾ എല്ലാം മാറിപ്പോയിട്ട് ഇറാഖിൽ വലിയ സഹായങ്ങൾ 1, 2, 3 എഞ്ഞ പോയെങ്കും സഹായങ്ങളാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയെ ചെന്നിരല്ലേ അഅ്ജസത്തിൻ നിസാഉ അൻ യലിദന മിഥല ഖാലിദ് റളിയല്ലാഹുവിൻ്റെ പോലെ താൽമാർക്ക് ജന്മം കൊടുക്കുക പെണ്ണുങ്ങൾക്ക് അശക്തമായി പോയിത്തുണ്ടാ ചൊന്നുകൊണ്ടുള്ളേ. കാരണം അങ്ങനത്തെയും അത്ഭുതകരമായ ആളാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖാലിദ് റളിയല്ലാഹു അൻഹുടെ ഇറാഖിടെ ഷാമുകാണ് പിന്നെ നിയോഗിച്ചുകൊണ്ടുള്ളേ. കാരണം ഷാമുലും ഇനി വിജയം പറഞ്ഞു. അങ്ങനെ ആ മഹാൻ ഷാമുക്ക് പോകേണ്ട തെരുളു 4-5 വിജയങ്ങൾ കിട്ടിയിട്ടുണ്ടാണ്. ഷാമുടെ പട്ടാളത്തെ നേരിടാട്ടി മുന്നിൽ തെരുളു ഇസ്ലാമുക്ക് വലിയ വിജയം കൊടുത്തിട്ടാണ് പോണ്ടേ. എന്നും ചരിത്രത്തിൽ എഴുതി വെക്കണ എങ്കത്തെ യർമൂക്ക് യുദ്ധം അതൊക്കെ വലിയ സാക്ഷിയാണ്. വിജയം കൊടുത്ത എങ്കത്ത ആളാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. അഅ്ജസത്തിൻ നിസാഉ അൻ യലിദന മിഥല ഖാലിദ്, അത് ചൊന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഇങ്ങനത്തെ വല്ലാത്ത ഒരു ഉയർച്ചൽ ഇക്കടെങ്കത്ത ടൈമിൽ ക്യാൻസലാക്കിത്ത്. ആ സമയത്ത് സമറാക്കോ പോയില്ല, ഗലാട്ടാക്കോ പോയില്ല, യാ റബ്ബി എന്തും പോയില്ല. കാരണം ക്യാൻസലാക്കിയും കാക്കട്ട് ഞാൻ ഉമർകളിലല്ലേ പണിയെടുത്തോണ്ടുള്ളേ, അയാൾ നേതാവല്ലേ, ഖലീഫയല്ലേ, എന്തെങ്കിലും ഖൈർ കണ്ടിട്ടിക്കൂ. അതാണ് സ്വഹാബത്ത്. ഖുർആൻ ജമ്മാക്കണും ചെന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു ഫസ്റ്റ് വർക്ക പിറകു വിചാരിത്ത് ഉമർ റളിയല്ലാഹു വിട്ടുള്ള ഹാദാ വല്ലാഹി ഖൈർ, ഇത് ആക്കിയേ തീരുത് ഖൈറാണ്. ഉമർ റളിയല്ലാഹു ചൊല്ല അനിയായി ചൊന്നെതിരെ നേതാവ് അങ്ങ് അംഗീകരിച്ചിട്ട്. അതേ സമയത്ത് സക്കാത്ത് തടഞ്ഞെങ്കിൽ താൽമാരോട്ട് യുദ്ധാക്കോ വർത്തയപ്പ ഉമർ റളിയല്ലാഹു മെല്ലെ തെല്ല് എന്തായിട്ടും ചൊന്നെങ്കിൽ ഒരു സോഫ്റ്റായിട്ട് എത്ര വേണ യുദ്ധാക്കോണം ചെല്ലുമ്പോൾ ഗർജിത്തിത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അജബ്ബാറും ഫിൽ ജാഹിലിയത്തി വഖവ്വാറും ഫിൽ ഇസ്ലാം ഉണ്ടാകട്ടെ. ജാഹിലിയത്തിൽ വലിയ ധീരനായ ആൾ ഇസ്ലാമുക്ക് വന്നപ്പോൾ പേടിത്തൊണ്ടനായമ എൻ്റെ പേടിയും കേട്ട് ജോറാക്കിത്ത് അതിലെ അംഗീകരിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. അനുയായിക നേതാവിലൊട്ടിയ ക്വസ്റ്റനാക്കും അധികാരമുണ്ട്. നേതാവ് ചൊന്നപാട് അംഗീകരിച്ചിട്ട് പൂച്ചറ പോലെ അങ്ങ് മൂല തീർക്കണമെങ്കിൽ തനിയായ ഉമർ റളിയല്ലാഹു അൻഹുവിനെയാണ് കണ്ടുകൊണ്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഏത് യുദ്ധം ജയം കിട്ടിയെങ്കും അതെല്ലാം അള്ളാഹുവാണ് ചേർത്തോണ്ടുള്ളേ. സുബ്ഹാനല്ലാഹ്. റോം പട്ടാളം ധാരാളമുണ്ട്. റോം പട്ടാളം യർമൂക്ക് യുദ്ധത്തിൽ ആ സമയത്ത് ഒരാൾ പേടിച്ചിട്ട് ചൊന്തു മാ അക്തറ റൂം അഖല്ലൽ മുസ്ലിമീൻ, എത്ര ആൾമാർ റബ്ബ്, റോം ലക്ഷക്കണക്കിൽ ആൾമാരുള്ള മുസ്ലിമീങ്ങ കൊറടിയല്ലേൻ. ഇത് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു കേക്കിട് എന്നിട്ട് ഭയങ്കരമായ ഉറപ്പോടെ ചെൽഡ് അള്ളാഹുവിലുള്ള ഉറപ്പാണ് ഉസ്മുത് മുണ്ടതെക്കണു. കാരണം ബൽ മാ അഖല്ല റൂം വമാ അക്സറൽ മുസ്ലിമീൻ, അങ്ങനെയാണ് ചൊല്ലണേ. റോം എത്ര കുറഞ്ഞ ആൾമാർ, മുസ്ലിമീങ് എത്ര ധാരാളമുള്ളവർ വന്നുണ്ട. കാരണം പട്ടാളം അധികരിക്കുക അള്ളാഹുടെ സഹായം കൊണ്ടാണ്. കുറയരുത് അള്ളാഹു നിസാരമാക്കൽ കൊണ്ടാണ്. എല്ലാണ്ട് ആൾമാരെ എണ്ണം കൊണ്ടല്ലാണ്ട് സയ്യിദുന ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ആണ് ചൊന്നുകൊണ്ടുള്ളത്. അങ്ങ് എത്ര ലക്ഷം ആൾമാരിന്നെങ്കും വിസയാക്കണ്ട. ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുടെ ക്യാൻസലാക്കിയിരുന്നു ചൊല്ല വിഷയം കിട്ടിയപ്പോൾ പതാക്ക നേരെ അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു കൊടുത്തോണ്ടുണ്ടു. മാ അലയ്യ അൻ ഉഖാതില ഫീ സബീലില്ലാഹി ഖായിദൻ നം ജുന്ദിയൻ. എന്നിട്ടാ മഹാൻ ചൊന്നത് അള്ളാഹുടെ വഴിയിലാണ് ഞാൻ യുദ്ധാക്കിക്കൊണ്ടുള്ളത്, അള്ളാഹുടെ വഴിയിലാണ് ഞാൻ പണിയെടുത്തോണ്ടുള്ളത്. അവിടെ ഞാൻ പട്ടാളക്കാരനായെങ്കെന്തേ, ഞാൻ പ്രസിഡന്റായെങ്കെന്തേ, സൈന്യാധിപനായെങ്കെന്തേ. കാരണം ഞാൻ പണിയെടുക്കുന്നത് ഈ മനുഷ്യന്മാർക്ക് വേനായിട്ടല്ല, ഇതിലൂടെ ലാഭങ്ങൾ നിനക്ക് കിട്ടിയോണ്ടില്ല. നാളെ തൻ്റെ വേറെന്തോ ആക്കിടാറുണ്ടാറും ചൊന്നില്ല, ഇത്ര ഭൂമി നിനക്ക് മുറിച്ച് തണ്ടാണ്ടും ചൊന്നില്ല. ഞാൻ അധ്യക്ഷായെങ്കും ഞാൻ മെമ്പറായെങ്കും ഇനി എന്തും അല്ലാണ്ടായെങ്കും ഞാൻ അള്ളാഹുബേനായിട്ടാണ് പണിയെടുക്കലേ. യാ റബ്ബി ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ് അവണു, അല്ലാത്ത സമയത്ത് ആ ഭാഗത്ത് കണ്ടില്ല. ഉള്ളെങ്കത്തെ ആൾമാരെ എങ്ങനെങ്കിലും തകർക്കൂ കാൽ വലിക്കോ നോക്കിടാൻ ചൊല്ലത് ആധുനിക ലോകത്തെ മുസീബത്താണ്. അപ്പോൾ ഞങ്ങൾ ചെമ്മ തിദ്ദുകൊണ്ടു ഞങ്ങൾ വിചാരിച്ചിട്ട് കുറേ അമലാക്കിയെങ്കിൽ മയ്യാവിടൂ, കുറേ നിസ്കരിച്ചെങ്കിൽ നോമ്പെടുത്തെങ്കിൽ ഞാൻ സ്വർഗത്ത് കൊണ്ട് ഇതെല്ലാം വെറുതെ വിഷയമാണ്. ഈ കൽബുടെ കൽകാത്ത കാലത്തോളം സമാവാത്ത കാലത്തോളം ഒരിക്കലും അള്ളാഹു തൻ്റെ വേണ്ട. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ചൊല്ല് ഞാൻ പട്ടാളക്കാരനായെങ്കെന്തേ, ഞാൻ സൈന്യ നേതാവായെങ്കെന്തേ, ഞാൻ പണിയെടുക്കുന്നത് അള്ളാഹുവാണ്, നക്ക് വ്യത്യാസമില്ലേ. ഞാൻ ജഡ്ജിയുടെ കുർസിൽ തെച്ചെങ്കെന്തേ, കീഴിൽ ഒരാൾ ആയിട്ട് ഞാൻ തെച്ചെങ്കെന്തേ, കീഴിലെ കുർസിൽ തെച്ചെങ്കെന്തേ, ഞാൻ സ്റ്റേജിൽ തെച്ചെങ്കെന്തേ, സ്റ്റേജിലെ കീഴിൽ തെച്ചെങ്കെന്തേ. എൻ്റെ എന്തെങ്കിലും ചൊന്നെങ്കിൽ അള്ളാഹുടെ തൃപ്തിപ്പെടുത്തുന്നതാണ് എൻ്റെ പണി. എന്നിട്ട്
ആ മഹാന്റെ ഒരു പ്രസംഗം ചൊല്ലു ബുഇസ അലൈക്കും അമീനു ഹാദിഹിൽ ഉമ്മ. ഇപ്പോൾ വന്ന പ്രസിഡന്റ് സമയില്ലാണ്ടല്ല ചൊന്നുകൊണ്ടുള്ളേ, ഈ ഉമ്മത്ര അമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തല്ല അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്. പ്രാമാണിക വ്യക്തിയാണ്, നമ്പികസ്ഥനാണ് അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുടെയാണ് അമീറായി നീക്ക് നിയോഗിക്കപ്പെട്ടത്. ആ മഹാൻ ചൊന്നില്ല, നണ്ടാട്ടി പോവരെന്തരെ അയാൾക്ക്, നണ്ടാട്ടി പോവരെന്തരെ അയാൾക്ക്, നാണ് ഇറാഖയുടെ കൂടെയൊക്കെ വണ്ടാട്ടി മുന്നൽ ഷാമുഖ് വണ്ടാട്ടി മുന്ന അബൂ ഉബൈദ എന്തിനു പണിയാക്കിയത്? അങ്ങനെയൊന്നും ചെന്നില്ലല്ലേ, ഒന്നും ചൊന്നില്ല. കാരണം ഒരു ഫിത്തനത്തെ ഇളക്കിടങ്കത്തെ വിഷയമില്ല. അങ്ങനെ ചൊന്നെങ്കിൽ ഫിത്തനയാവും. ആ ഫിത്തനത്തെ അകറ്റിയുണ്ട ഫിത്തന ഉണ്ടാക്കടെന്ത് ആഹൃത്ത് വേനായിട്ടാ, ദുനിയാവ് വേനായിട്ടല്ലേ. ദുനിയാവ് എത്ര ഉണ്ടും ചൊന്നിട്ട് അങ്കൊന്തുണ്ട് ഒരു വസ്തുക്കും സമല്ല ദുനിയാവ് അങ്ക്. യാ റബ്ബി, ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു കൂടി എല്ലാ യുദ്ധത്തിലും വിജയമാണ്, അത്ഭുതകരമായ വിജയം. പക്ഷേ ആ മഹാൻ വഫാത്താവുമ്പ ഒരു കുതിര മാത്രമാണ്. യാ റബ്ബി, ഒരു ആയുധം മാത്രമാണ്, ഒരു അടിമ മാത്രമാണുള്ള ഈ ദുനിയാവിൽ നിന്ന് കിട്ടിയത്, അത് മാത്രമാണ്. എന്നിട്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അത് നേരെ ഉമർ ഇബ്നുൽ ഖത്താബ് കടത്തുകയാണ് ചൊല്ലി. വഫാത്തറ ടൈമാവുമ്പോൾ ഇത്രയും വലിയ സൈന്യാധിപനായ നേതാവ് നാളെ ആഖിറത്തിൽ അങ്ങ് എവിടെ ഇക്കുവാറല്ലേ, സ്വർഗത്തിൽ എത്ര മഹോന്നതമായ സ്ഥാനമായിട്ടിക്കൂ. എന്തേ അങ്ങനില്ല, അള്ളാഹുവേനായിട്ട് മാത്രം സ്വറാക്കിയാർ. അങ്ങനെ അതിരെ ഉമർ റളിയല്ലാഹു അൻഹു കടത്തി കൊടുത്തുത്തൂള, ഇത് അള്ളാഹുടെ തെരുളു നിങ്ങൾ ആക്കറൂ എങ്കിൽ അവിടെ കേൾക്കുള്ളത് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു കടകം പിടിച്ച പോലെ പിടിക്കുക ആർക്കാണ് സാധ്യം? ആ മഹാന്റെ കുതിര കയറിയിട്ട് ഇനി പോകുക ആർക്കാണ് സാധ്യം? അയാൾ സമ്പത്തുകൾ ഗനീമത്തുകൾ എവിടെ പോയിത്ത്? എല്ലാം അള്ളാഹുടെ വഴിയിലങ്ങ് ചെലവാക്കിത്ത് വലിയ ധർമ്മിഷ്ഠനാണ്, ദാരിദ്ര്യം പിടിക്കാത്ത ആളെ പോലെ കൊടുക്കുടങ്കത്ത ആളാണ്. അത്ഭുതമില്ല, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാഠശാലയുടെ ശിഷ്യനാണ് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. യാ റബ്ബി, ആ മഹാൻ ചൊന്നോണ്ടിന്ത് പിന്നെ എല്ലാ നാളിലും നല്ല സുന്ദരിയായ നക്ക് ഭയങ്കര പ്രേമമുള്ള ഇഷ്ടമുള്ള എനിക്കെത്തൊരു പെണ്ണ് അല്ലേ, പുതുനാട്ടിയായി പുതുനാറിയായി നിങ്ങളെ മുട്ട കടത്തുറുതാ നിക്കിഷ്ട അല്ല, നല്ല തണുപ്പ് ശക്തമായ ഒരു ജാവു അള്ളാഹുടെ ദീനുക വേനായിട്ട് ഒരു സംഘത്തിൽ പോയിട്ട് പടച്ചോന്റെ ദീനുക വേനായിട്ടുള്ള ഹോറാട്ടമായി ഇഷ്ടാണ്ട് കേട്ടെങ്കിൽ ഇതാണ് നക്ക് ഇഷ്ടം, ഈ ഹോറാട്ടം. അങ്ങനെ ഞാൻ ചെല്ലേ, ഇതാണ് ദുനിയാവുൽ ആ മഹാനുകളുള്ള സുഖം. അല്ലാണ്ട് അധികാരമല്ല, സമ്പത്തുകളല്ല, പെണ്ണുങ്ങളല്ല, അള്ളാഹുടെ വഴിയിലുള്ള പണിയാണ്. അള്ളാഹുടെ വഴി പലപ്പോഴും എന്താവിടും ചൊന്നെങ്കിൽ ദീൻ ചൊന്നിട്ടു, അള്ളാഹുടെ ദീൻ ചൊന്നിട്ടു സ്വാർത്ഥത്തെ ലാഭെടുക്കണമെങ്കിൽ താൽമാറുള്ളാറ്, സ്വാർത്ഥத்துக்கு ലാഭെടുക്കണമെങ്കിൽ താൽമാറുള്ളാറ്, ദുനിയാവുടെ പടയിടങ്കിൽ താൽമാറുള്ളാറ്. ദീനുകല്ല ലാഭം ഉണ്ടാക്കണേ, ദീന് കൊണ്ട് ഓണുക്ക് ലാഭം ഉണ്ടാക്കുന്നതാണ് മുസീബത്ത്. ഇവിടെ ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഇനി മരിക്കോ പോയോണ്ടുണ്ട്, വഫാത്തറ ടൈമാണ്. ഞാൻ യുദ്ധത്തിൽ നിന്നിട്ട് മരിക്കണോണ്ടാണ് വിചാരിച്ചുകൊണ്ടുള്ളത്. പക്ഷേ അള്ളാഹുടെ വിധി വേറെയാണ്. എത്ര യുദ്ധങ്ങളാണ് ആക്കിയത് പഠിച്ചോണ്ട കഥ നോക്കറു. അയാൾ ഞാനിതാ നിന്റെ ബെഡിൽ കിടന്നിട്ട് മരിച്ചോണ്ടുള്ളേ, നിന്റെ ബെഡിൽ കിടന്നിട്ട് മരിച്ചോണ്ടുള്ളേ. എന്നൊക്കെ ഏറ്റവും ഇഷ്ടേന്ദ്രവന്തുണ്ട് തൗഹീദിൽ. പിന്നെ അള്ളാഹുടെ വഴിയിൽ ധീരനായി നിന്നിട്ട് ഹൊറാട്ടാക്കൃതാണ്, രാത്രി മൊത്തം അങ്ങനെ ഹൊറാട്ടാക്കൃതാണ്. എന്നിട്ടാ അവസാനം ബുൽപൊട്ടോണ്ട് മഹാൻ ചൊന്ന പ്രസിദ്ധമായ ഒരു പലക്കോണ്ട്, ലഖദ് ലഖീതു കദാ വകദാ സഹ്ഫൻ, ഇത്ര യുദ്ധങ്ങളിൽ ഞാൻ കൂടിടെ, വമാ ഫീ ജസദി ശിബ്റുൻ ഇല്ലാ വഫീഹി ദർബത്തുൻ ബിസൈഫിൻ ഔ റംയത്തുൻ ബിസഹം. അള്ളാഹുടെ മുന്നോൽ നിന്റെ ഈ മഹാന്മാർക്ക് ചൊല്ലുകൊള്ളത് അതാണ്. ഞങ്ങൾ ആൽച്ചനാക്കുണ എനിക്കെത്ത വിഷയം ഞങ്ങൾക്കെന്താണ് ചൊല്ലുകൊള്ളു. നിന്റെ ഫോട്ടോ 4 വട്ട വാട്സപ്പിൽ വന്നിട്ട, സോഷ്യൽ മീഡിയത്തിൽ വന്നിട്ട, നിന്റെ ಬಗ್ಗೆ 4 ആൾമാർ എഴുതിയാറുണ്ട, നിന്റെ ആ സ്റ്റേജിಗೆ വിളിച്ചാറുണ്ട, നിന്റെ കൈയങ്ങ മുത്തിയാറുണ്ട, കാല് മുത്തിയാറുണ്ട. യാ റബ്ബി നക്കെന്താണ് ചൊല്ലുകൊള്ളു? ആ മഹാൻ ചൊല്ല്, നിന്റെ തടിയിൽ ഒരു ചാണുടെ ജാഗ പോലും ഇല്ല, അവിടെ കടുകം കൊണ്ട് കുത്തിരാറ്, അവിടെ അമ്പ് കൊണ്ട് കുത്തിരാറ്, നക്കെറിഞ്ഞിരാറ്. പക്ഷേ ഞാനിതാ ഒരു കത്ത അല്ലെങ്കിൽ താത്തിരിച്ചോണ്ട് ഞാനിങ്ങനെ മരിച്ചോണ്ടില്ല. കാരണം അയാൾ ആശയേന്ദ്ര യുദ്ധരംഗത്ത് മരിക്കണിട്ടാണ്. ഫലാനാമത്തെ അയ്യുനുൽ ജുബന, പേടിയുള്ള ആൾമാരെ കണ്ണുക്ക് വർക്ക് വരാണ്ടിക്കട്ട് എന്ന് ചൊന്നുകൊണ്ടുണ്ട്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഇതൊരു വല്ലാത്ത ജീവിതമാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു ഖാലിദായിപ്പോയിത്ത്. ഖാലിദ് എക്കാലത്തും ജീവിക്കണമെങ്കിൽ ആളായിപ്പോയിത്ത്. കടുകങ്ങളെ കൊണ്ടടിക്കുമ്പോൾ അമ്പ് വരുമ്പോൾ ഖാലിദ് റളിയല്ലാഹുവിൻ്റെ ശരീരത്തിൽ നൊമ്പലായോണ്ടില്ലാണ്ട് വിചാരിച്ചോ ഇന്നാറാ? ഇല്ല, നല്ല നൊമ്പലായോണ്ടിന്ന്. പക്ഷേ ദുനിയാവ് എന്തിരേണ്ട അയാൾ ഗൊന്തുണ്ട്, ഇത് കുറച്ച് സമയമാണ്, അവസാനം അങ്ങ് മരിച്ചു പോകണം. പക്ഷേ ഏറ്റവും നല്ല ജീവിതം കിട്ടുക പോകുന്നുണ്ട്. ഫമ്മായിൻ കാന മിനൽ മുഖറബീൻ. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലായിട്ട് ജീവിച്ചത് വെറും 14 വർഷമാണ്. പക്ഷേ ബാക്കിയുള്ള ആൾമാരെ 16 ആയിരക്കണക്കിൽ വർഷത്താട്ടി പവറാണ് അതുക്കുള്ളിൽ. അതൊക്കെ ഏറ്റവും വലിയ പവർ. ദുനിയാവുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കാത്തെങ്കിൽ ആൾമാർ ആയിരക്കണക്ക് വർഷം ദുനിയാവിൽ ജീവിക്കരുതരാട്ടി മഹത്വം വെറും ഈ 16 വർഷത്ത് കൊണ്ടു. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ പെണ്ണുങ്ങ ബുൾപ്പുടവ് സുറാക്കിയാറ്, ശക്തമായ ബുൾപ്പ്. മദീന മൊത്തം ബുൾപൊട്ടുത്തുണ്ടാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടി വിഷയം ചെന്നാർ. ആ പെണ്ണുങ്ങളെ
ഫൈൻദമാ മാത ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ പെണ്ണുങ്ങളിലെ ഭയങ്കര പുൽപൊട്ടാറുണ്ടാണ്. മദീന മൊത്തം പുൽപൊട്ടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു ചെന്നാറ് പെണ്ണുങ്ങളെ പുൽപൊടത്തൊട്ട് തടയണം. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ കണ്ണുനീർ അബൂ സുലൈമാൻ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു അല്ലാണ്ട് ആരവെല്ലാണ് ഒൽപ്പിക്കൊണായി കരയുടെ ആൾമാർ കരവനായത് ഈ മഹാൻ വഫാത്തായതുക്കാണ്. കാരണം ഇസ്ലാമിൽ വലിയ ഒരു ദ്വാരം വന്ന പോലെ, ഒരു വലിയ പൊട്ട് വന്ന പോലെ, അഥവാ വലിയ ഗായം ഉണ്ടായിട്ട് ഇസ്ലാമിൽ ഇപ്പോൾ ഖാന വല്ലാഹി സദാദൻ ലിനഹൂരിൽ അദു ശത്രുയുടെ നെഞ്ഞിക്ക് ഭയങ്കര പ്രഹറായിട്ട് ഇന്ത് സയ്യിദുനാ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ ഉമ്മ കുറച്ച് ബൈത്ത് പാടിത്തിട്ടാണ്, അന്ത ഖൈറും മിൻ അൽഫി അൽഫിൻ മിനൻ നാസ്, 10 ലക്ഷം ആൾമാരാട്ടി ഖൈറാണ് നീ, 10 ലക്ഷം ആൾമാരാട്ടി ഖൈറാണ് നീ, സിംഹത്താട്ടി ഖൈറാണ് നീ, ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ്. ഇങ്ങനെയുള്ള ചന്ത് ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ ചൊല്ലി, ഇതാര് ചൊന്നത്? ഉമ്മു ഖാലിദാണ്. സ്വദഖത്ത്, ആ പെണ്ണ് ചൊന്നത് ശരിയാണ്. കാരണം ഇപ്പുറത്ത് 10 ലക്ഷം ആൾമാരിക്കരുതും ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഒരാളിക്കരുത്, അയാൾക്കാണ് പവറുള്ളത്. ഖാലിദ് റളിയല്ലാഹു അൻഹുയുടെ ദൃഷ്ടിയിൽ, ഉമർ റളിയല്ലാഹുവിൻ്റെ ദൃഷ്ടിയിൽ, അബൂ ഉബൈദ റളിയല്ലാഹുവിൻ്റെ ദൃഷ്ടിയിൽ, സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ദൃഷ്ടിയിൽ ദുനിയാവും ചൊന്നെങ്കിൽ ഇതാണ്. സുബ്ഹാനല്ലാഹ്, ഒരു വിലയും അങ്കില്ല. അങ്ങ് അടലിത്താക്കട്ട്, അങ്ങളെ ഭരിക്കപ്പെടട്ട് ബാക്കിയുള്ള ആൾമാർ. അങ്കൊരു ഫിത്നയില്ല, അങ്കൊരു പ്രയാസങ്ങളില്ല, അങ്കൊരു അസൂയയില്ല. എന്ത് നല്ല മനസ്സായിട്ട് കുറബേ, ദുനിയാവ് വന്നെങ്കിൽ കൊസിയില്ല, അങ്ക് അത് പൊയ്ത്തുണ്ടായെങ്കിൽ ബേജാറുമില്ല. കാരണം ഇതെല്ലാം അള്ളാഹുവാണ്. ആഖിറത്ത് കടക്കുള്ളെങ്കിൽ ഒരു പാല മാത്രമാണ് ദുനിയാവ്. ഇങ്ങനെ വിചാരിച്ചെങ്കത്തെ ആൾമാരാണ്. അള്ളാഹുടെ സെക്കൻഡിൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കാത്തെങ്കത്തെ വേസ്റ്റാക്കാത്തെങ്കത്തെ ആളാറുണ്ട് സ്വഹാബത്ത്. അതിലും ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുയുടെ വിഷയം ഞങ്ങൾ ചെന്ന പരസ്പരം അങ്ങ് ചതിയില്ല, നെഞ്ചിയില്ല. ആൾമാരെ പരസ്പരം അങ്ങ് ഏറ്റെടുത്താർ. മരിക്കോ പോകുമ്പോൾ വരെ തണ്ണിൻ്റെ അകത്തിയുണ്ട്, പക്ഷേ അടുത്തുള്ള എനിക്കത്തെ ആൾമാർക്ക് തണ്ണി കൊടുത്താർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാഠശാലയിൽ വളർന്നു വന്ന എനിക്കത്തെ ആൾമാർ ഇത് പഠിച്ചിട്ട് ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കണായത്. ആ സ്വഹാബത്ത് മുള്ളുകൾ നിറഞ്ഞെങ്കത്തെ തെറിലാണ് ഞങ്ങൾ സഞ്ചരിച്ചില്ല. പക്ഷേ ഞങ്ങളെ ദീന് ഒരു ഗായവുമായില്ല, ഞങ്ങളെ വിശ്വാസത്തിൽ ഒരു പ്രയാസവും വന്നില്ല, ഞങ്ങളെ സ്വഭാവങ്ങൾ ഒന്നും കുറഞ്ഞില്ല. അങ്ങ് എത്തണായത് അവിടേക്ക് എത്തിയാർ, അങ്ങ് സ്വർഗത്തുക്ക് പോയാർ, അങ്ങ് എന്നേക്കുമുള്ള വിജയത്തുക്ക് പോയാർ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു വഅദ്ദ ലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ ദാലിക്കൽ ഫൗസുൽ അളീം. എന്നെന്നും ജീവിക്കടങ്കത്തെ ഏറ്റവും നല്ല വിജയത്തെ കേന്ദ്രം സ്വർഗത്ത് എത്തിയാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അള്ളാഹു ആ മഹാന്മാരെ ബറക്കത്തുകൊണ്ട് ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ, ഞങ്ങളെ ഖൽബ് അള്ളാഹു ശുദ്ധിയാക്കി തരുമാറാവട്ടെ. പഠിച്ചോണുവേനായിട്ട് ജീവിക്കൂ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ഇഖ്ലാസോടെ ദീനി ഖിദ്മത്താക്കൂ അള്ളാഹു ഞങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ആ മഹാന്മാരൊട്ടിಗೆ സ്വർഗത്തിൽ കൂടവൂ അള്ളാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി